ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെങ്ങോട്ട് പോകുമെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഒരു ഷോർട്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടെന്ന്. അപ്പോഴേക്കും ഈവനിങ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അവർ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ അവിടെ എങ്ങനെയാണ് എന്നൊക്കെ ഡെക്കറേഷൻ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. अरे यहाँ पे पार्किंग कर लो। ये क्या? ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് ആരുടെയോ ബർത്ത്ഡേ എന്ന് പറഞ്ഞില്ലല്ലോ. തനുജിൻ്റെ കേട്ടോ ബർത്ത്ഡേ. എൻ്റെ വ്ളോഗ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് തനുജിനെ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹാളിൽ വെച്ചിട്ടാട്ടോ ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തനുജിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. തനുജിനിപ്പോൾ ചേട്ടനായിട്ടൊക്കെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തനുജനോട് പറയായിരുന്നു അടുത്ത വർഷം എൻ്റെ കുഞ്ഞുവാവ വരുന്നുണ്ട്, അപ്പോഴേക്കും ഒന്നിച്ചായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ എന്നോട് പറയുമായിരുന്നു. ഞാൻ നേവി വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതെന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ കാണിക്കുന്നുണ്ടപ്പോൾ തനുജു പറയുവാണേ തനുജുവിൻ്റെ സൈഡിലുള്ള ഫ്ലവർ ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇത് ഞങ്ങളുടെ സൈഡിലത്തെ ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര തർക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന ടൈമിൽ പൂജയും ബയ്യയും കൂടെ കുറേ കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളും ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ. ഇവരെല്ലാം ഡെക്കറേഷൻ ചെയ്യുന്ന തിരക്കിലാണെങ്കിലും എൻ്റെ മനസ്സിൽ വൈകിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണോ ഇനി ഫുൾ വരുന്നത്, ഇനി മലയാളീസ് ആരും ഇല്ലേ, ഞാൻ ഇന്നും വീണ്ടും പൊട്ട ഹിന്ദിയൊക്കെ പറയണോ, എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. നമ്മുടെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം ചെയ്ത് ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വൈകിട്ട് ഫ്രഷൊക്കെ ആയിട്ട് നമുക്കൊരു 6 മണിയൊക്കെ ആകുമ്പോൾ ആണ് പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ആ സമയത്ത് കാണാം. ആ സമയത്ത് കലേഷിൻ്റെ വണ്ടിയുടെ ചെയിനൊന്ന് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കലേഷ് പോയി വണ്ടിയുടെ ചെയിനൊക്കെ ഒന്ന് മുറുക്കിയിട്ട് റെഡിയാക്കിയിട്ട് വരുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ കൃത്യം 6 മണിക്ക് ചെല്ലാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ആ ക്ഷീണത്തിൽ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ ബയ്യയുടെ ഫോൺ വന്നപ്പോഴാട്ടോ എഴുന്നേറ്റത്. പിന്നെ പെട്ടെന്ന് റെഡിയായി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലായിരുന്നു. പക്ഷെ ചെന്നപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ ആരും വന്നിട്ടില്ല, നമ്മളാണ് ആദ്യം വന്നത്. പിന്നെ പൂജയും പയ്യം വന്ന് എല്ലാം ഓപ്പൺ ചെയ്ത് കേട്ടോ. കുറച്ചും കൂടെ ഡെക്കറേഷനും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്ക ഫാമിലീസും ആ ടൈം കൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ ഭയങ്കര കളിയായിരുന്നു. അവർക്ക് കിട്ടിയ അവസരമാണല്ലോ, അവർ മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാട്ടോ പ്രേമാൻറ്റിൻ്റെ നെയ്ബറാണ്. അപ്പം ഞാൻ കുറേയൊക്കെ ഹിന്ദി പഠിക്കാൻ പോകുന്ന പ്രേമാൻറ്റിൻ്റെ അടുത്ത് കേട്ടോ. ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന കേരളത്തിലാണെന്നുള്ള എൻ്റെ ആ ഒരു ചിന്ത തന്നെ മാറ്റിയ പ്രേമാൻറ്റി കേട്ടോ. പ്രേമാൻറ്റി നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് എപ്പോഴും നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് വരാറുണ്ട് കേട്ടോ. നമ്മൾ വിഷയത്തിന് ചെറുതായിട്ട് തെന്നിമാറിയെന്ന് തോന്നുന്നല്ലേ. നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനിലാണല്ലോ. ഓക്കെ, അപ്പം കേക്ക് ടൈം ആയപ്പോഴേക്കും എല്ലാവരും വന്നു കേട്ടോ. നല്ല കേക്കായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. എന്നാലും കുറേ നാൾക്ക് ശേഷം മധുരം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ മത്തുണ്ടല്ലോ, അതെനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര മത്തായി പോയി കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്ന ടൈം ആയപ്പോഴേക്കും കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ എൻ്റെ മേളിൽ കയറിയിരുന്നു കേട്ടോ. ആ ടൈമിൽ ആരും കാണാണ്ട് എന്നെ ആരും നോക്കുന്നില്ലല്ലോ എന്നുള്ള രീതിക്ക് ആരും കാണാണ്ട് അവിടെ നിന്ന് ഒരുത്തൻ നൈസായിട്ട് കേക്ക് അങ്ങ് തോണ്ടി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം കഴിച്ചു. ഇതായിരുന്നു കേട്ടോ ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂജ എല്ലാവരും ഡാൻസ് കളിക്കാൻ വിളിക്കുമായിരുന്നു കേട്ടോ. പ്രേമാൻറ്റിയുടെ നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ വെക്കുന്നുണ്ട് പ്രേമാൻറ്റി നന്നായിട്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസും എൻജോയ്മെൻറ്റും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നേവി വന്നിട്ട് ഒഫീഷ്യൽ പാർട്ടീസിന് കുറേയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ പേഴ്സണലായിട്ടുള്ള ഇങ്ങനെയുള്ള പാർട്ടിക്കൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പോകുന്നതൊക്കെ. അപ്പം എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്റ്റേറ്റിലുള്ളവരെല്ലാവരും കൂടെ ഒത്തുകൂടുന്നു, പല കൾച്ചർ, പല രീതികൾ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മൾ പലയിടത്തും ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ രീതികൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയാനൊക്കെ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടു. ഭർത്താവ് ഇത്ര നന്നായിട്ട് ചൂട് വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അടുത്ത ദിവസം കാണാം. ബൈ.